വെൽക്കം ടു സ്റ്റുഡന്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. പരീക്ഷയിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ സെറ്റ്സ് എന്താണ്? സെറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. സെറ്റിന് ആദ്യം റെപ്രസെന്റേഷന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് ഒരു സെറ്റിനെ എഴുതാന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ആണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരു ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ബ്രേസസിനകത്താണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 1 2 3 4 ഇത് നമുക്കൊരു സെറ്റാണ്. സെറ്റ് എ ഈക്വൽ ടു 1 2 3 4. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആൻഡ് ക്രിസ്പ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? റോസ്റ്റർ ഫോം എന്ന് പറയാം. റോസ്റ്റർ ഫോം റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ? റോസ്റ്റർ ഫോം റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഇതേ സെറ്റിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം, കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ഇൻ കേസ് ഓഫ് വേർഡ്സിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയാം. സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയാണ് ഇതേ സെറ്റിനെ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. അപ്പൊ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ എ ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് is a natural number less than 5. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? a equal to x such that x is a natural number less than 5. 5ന് താഴെയുള്ള ഒരു നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് ആണ് എ. ശരിയല്ലേ? 5ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 2 3 4 അങ്ങനെയല്ലേ? 4 വരെയുള്ള 5ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഏറ്റവും ഇൻ കേസ് ഓഫ് ന്യൂമറൽസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് റോസ്റ്റർ ഫോം എന്ന് പറയും. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് ഇൻ കേസ് ഓഫ് വേർഡ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇതേ കാര്യം തന്നെ, അതായത് റോസ്റ്റർ ഫോമിനും സെറ്റ് ബിൽഡർ ഫോമിനും ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ അതിൽ എലമെന്റ്സ് മാറ്റിയിട്ട് മറ്റൊരു എലമെന്റ് എഴുതുകയാണ്. 2 4 6 8. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ആണ് സെറ്റ് ഓഫ് 2 4 6 8. അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റി എഴുതാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റോസ്റ്റർ ഫോമിലുള്ള സെറ്റ് 2 4 6 8 ഇതെന്ത് നമ്പേഴ്സ് ആണ്? ഈവൻ നമ്പേഴ്സ് ആണ്. എത്രയിൽ താഴെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ്? 10ൽ താഴെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? x is a even number less than 10 എന്ന് എഴുതാലോ. 10ൽ താഴെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ് എ എന്ന് പറയുന്ന സെറ്റ്. സോ എ ക്യാൻ ബി റിട്ടൺ ആസ് x such that x is an even number less than 10 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പൊ ന്യൂമറൽസിന്റെ കേസിൽ ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോമിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതേ ഒരു കാര്യം നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചുള്ള കൺവേർഷൻസ് നോക്കാം. ഇപ്പൊ നമ്മുടെ റോസ്റ്റർ ഫോമിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതി എന്നാണ് നോക്കുന്നത്. ഇനി നമ്മൾ നേരെ തിരിച്ച് സെറ്റ് ബിൽഡർ ഫോമിനെ എങ്ങനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാമെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്, കാരണം ന്യൂമറൽസ് നമ്മൾ ഇത്ര വരെ നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വേർഡിന്റെ ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് all letters of the word trigonometry. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന വാക്കിലുള്ള ലെറ്റേഴ്സിന്റെ കളക്ഷൻ ആണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ വേർഡ്സിന്റെ ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ എന്താ പറയാ? സെറ്റ് ബിൽഡർ ഫോം എന്നാണ് പറയുക. അതായത് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. ഇതേ സെറ്റിനെ തന്നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? റോസ്റ്റർ ഫോമിൽ മാറ്റി എഴുതാലോ. സോ റോസ്റ്റർ ഫോമിൽ നമ്മൾ ഈ സെറ്റിനെ എങ്ങനെ മാറ്റി എഴുതാമെന്ന് നമുക്ക് നോക്കാം. സോ റോസ്റ്റർ ഫോമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലെറ്റേഴ്സ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ന്യൂമറൽസിന്റെ കേസിലാണെങ്കിൽ കൂടി റിപ്പീറ്റേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ലെറ്റേഴ്സ് ആണെങ്കിലും ന്യൂമറൽസ് ആണെങ്കിലും ഒരു സെറ്റിനകത്ത് റിപ്പീറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമുക്ക് ഈ പറയുന്ന ലെറ്റേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ എഴുതുകയാണ്. അതാണ് നമ്മുടെ റോസ്റ്റർ ഫോം റെപ്രസെന്റേഷൻ എന്ന് പറയാം. സോ TRIGONO നമുക്ക് എത്ര ടൈം ഉണ്ട്? 2 ടൈം ഉണ്ട്. സോ നമുക്ക് ഒരു O മാത്രം നമ്മളിവിടെ എഴുതിയാൽ മതി. അടുത്തത് MET 2 T ഉണ്ടാ. സോ നമുക്ക് എന്ത് മാത്രം എഴുതിയാൽ മതി? ഒരു T മാത്രം നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്താൽ മതി. ME ഓൾറെഡി ഒരു T എഴുതിയിട്ട് പിന്നെ നമുക്ക് T എഴുതേണ്ട ആവശ്യമില്ല. 6 വീണ്ടും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഒരു ടൈം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ 6ഉം ഒരു ടൈം എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ Y. ക്ലിയർ അല്ലേ? അതായത് ലെറ്റേഴ്സ്, ഒരു വേർഡിലുള്ള ലെറ്റേഴ്സിന് നമ്മൾ സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിലുള്ള
വാക്കുകൾ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒരു ടൈം മാത്രം എഴുതിയാൽ മതി, റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം ടു റോസ്റ്റർ ഫോം കൺവേർഷൻ എന്ന് മനസ്സിലായോ? കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. ഇതേ ഒരു ഫോമാറ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. പരീക്ഷയിൽ പലതവണ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റോസ്റ്റർ ഫോമിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റാം എന്നാണ്. സോ എ എന്ന് പറയുന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ അവർ തന്നിട്ടുണ്ട്. 1 3 5 7 9 ഇതാണ് അവർ തന്നിരിക്കുന്ന സെറ്റ് ഇൻ റോസ്റ്റർ ഫോം. നമുക്ക് ഇതിനെ ഏതിലോട്ട് മാറ്റണം? സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റണം. കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോമാറ്റിലോട്ട് മാറ്റണം. സോ നമുക്ക് എങ്ങനെ എഴുതാം? എ ഈക്വൽ ടു, ഈ നമ്പേഴ്സിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? 1 3 5 7 9 ഈ നമ്പേഴ്സിന്റെ എല്ലാം പ്രത്യേകതകൾ എന്താണ്? ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് അറിയാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ റോസ്റ്റർ ഫോം x such that x is a odd number less than 10. 10ന് താഴെയുള്ള ഓഡ് നമ്പേഴ്സ് അല്ല ഇതെല്ലാം. 1 3 5 7 9 എന്ന് പറയുന്നത് 10ന് താഴെയുള്ള ഓഡ് നമ്പേഴ്സ് ആണ്. സോ നമുക്ക് ഈ സെറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x such that x is an odd number less than. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഒരു റോസ്റ്റർ ഫോം തന്നിട്ടുണ്ട് അവര്. a equal to 2, 3. 2 ഉം 3 എന്താണ് 2 ഉം 3ന്റെ പ്രത്യേകത? 2 ഉം 3 പ്രൈം നമ്പേഴ്സ് ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം? a equal to set of x such that x is an prime number less than 5 അല്ലേ? 5ന് താഴെയുള്ള പ്രൈം നമ്പർ ആണ് ഇതൊക്കെ 2 ഉം 3 ഉം. സോ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x such that x is a prime number less than 5 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആയ? എങ്ങനെ കൺവേർഷൻസ് എല്ലാം ക്ലിയർ ആയി വിചാരിക്കുന്നു. നമ്മളിപ്പോ നോക്കിയത് സെറ്റ്സിന്റെ 2 ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെറ്റുകളാണ്. വ്യത്യസ്തമായ സെറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ എന്നുള്ളത് ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് എന്താണ് ഫൈനൈറ്റ് സെറ്റ്? മലയാളത്തിൽ ഫൈനൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ എൻഡ് ഉള്ളത് അല്ലെങ്കിൽ ഒരു അവസാനം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫൈനൈറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെർട്ടൻ എലമെന്റ്സ് നമുക്ക് പ്രോപ്പറായി കൗണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന സെർട്ടൻ എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഒരു ഉദാഹരണം ഫൈനൈറ്റ് സെറ്റ് എന്താണ്? സിംപ്ലി a equal to 1 2 3 4 ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. നെക്സ്റ്റ് വൺ, a is equal to set of x such that x is the days in a week. ഒരു ആഴ്ചയിലുള്ള ദിവസങ്ങൾ. ഒരു ആഴ്ചയിൽ ഏതൊക്കെയാണ്? തിങ്കൾ ചൊവ്വ ബുധൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് ഏതാണ്? 7 എണ്ണം നമുക്ക് പ്രോപ്പറായിട്ട് അറിയാം. സോ ഇതെന്താണ്? ഒരു ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഇൻഫൈനൈറ്റ് സെറ്റ് എന്താ നോക്കാം. ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ ഒരു അവസാനമില്ല, ഒരു എൻഡ്ലെസ് ആയ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാ. ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ a equal to x such that x is a natural number. ഒരു നാച്ചുറൽ നമ്പർ ആണ് x എന്ന് പറയുന്നത്. നമുക്കറിയാം നാച്ചുറൽ നമ്പർ എങ്ങനെയാണ്? തുടർന്നുകൊണ്ടേയിരിക്കും. അതിലൊരു എൻഡിങ് ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയാ? നാച്ചുറൽ നമ്പർ. നമ്മൾ കൗണ്ട് ചെയ്ത് നമുക്ക് സെറ്റിനകത്ത് ഇടാൻ വേണ്ടി പറ്റില്ല. സോ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയാ? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അടുത്ത നമ്മുടെ ഒരു ടൈപ്പാണ് നൾ സെറ്റ് എന്ന വാക്ക്. നൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്. ഈ 2 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. എന്താന്ന് വെച്ചാൽ ആ ഒരു സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. എലമെന്റ്സ് ഇല്ലാത്ത സെറ്റുകളെ നമ്മൾ എന്ത് പറയാ? നൾ സെറ്റ് എന്ന് പറയാം. അപ്പൊ അതിന് എക്സാമ്പിൾ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ a equal to x such that x, എന്താണ് കണ്ടീഷൻ എഴുതുക വെച്ചാൽ 5 less than x less than 4. 5 less than x less than 4. എന്താണ് ഇതിനർത്ഥം വരിക? x എന്ന് പറയുന്നത് 5നെക്കാട്ടിലും വലുതും 4നെക്കാട്ടിലും ചെറുതുമായിരിക്കും. അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? 5നെക്കാട്ടിലും വലുതും 4നെക്കാട്ടിലും ചെറിയായിട്ട് ഒരു നമ്പർ ഉണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് എഴുതാം? a എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെയാണ് എലമെന്റ്സ് ഉണ്ടാവുക? 0 ആയിരിക്കില്ലേ? അപ്പൊ a എന്ന് പറയുന്നത് ഒരു നൾ സെറ്റിന് എക്സാമ്പിൾ ആണ്. സോ എക്കകത്ത് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ ഇറ്റ് ഈസ് എ നൾ സെറ്റ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. സോ അതിനെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ നൾ സെറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ a equal to അല്ലെങ്കിൽ a എന്ന് പറയുന്നത് is a even prime number greater than 2. 2നെക്കാട്ടിലും വലിയ ഒരു ഈവൻ പ്രൈം നമ്പർ ആണ് x എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും നമ്പർ ഉണ്ടാവും? ആദ്യമുള്ള പ്രൈം നമ്പർ ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2നെക്കാട്ടിലും വലിയ ഈവൻ പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും? ഇല്ല. സോ ഇറ്റ് ഈസ് ആൾസോ എ നൾ സെറ്റ്. ഇതും ഒരു
നൾ സെറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് നൾ സെറ്റ് എന്ന് മനസ്സിലായി? അതായത് അതിനകത്ത് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്താ പറയാ, നൾ സെറ്റ് എന്ന് പറയും. നമ്മുടെ അടുത്തൊരു ടൈപ്പ് ഓഫ് സെറ്റ് ആണ് ഈക്വൽ സെറ്റ്. പേര് തന്നെ എന്താണ് ഈക്വൽ എന്ന് വെച്ചാൽ എലമെന്റ്സ് രണ്ടും സെയിം ആയിരിക്കും. രണ്ട് സെറ്റിലെ എലമെന്റ്സ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈക്വൽ സെറ്റ് എന്ന് പറയും. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് 1 2 3 എന്ന് വെക്കാം. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് 3 2 1 എന്ന് വെക്കുക. സോ നമുക്ക് എന്ത് പറയാം, എയിലുള്ള അതേ എലമെന്റ്സ് ആണ് ബി എന്ന് പറയുന്ന സെറ്റിലും ഉള്ളത്. സോ നമുക്ക് എന്ത് പറയാം, സെറ്റ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ബി. എയും ബിയും എന്താണ്, ഈക്വൽ സെറ്റ്സ് ആണെന്ന് പറയാം. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ് ആണ് 0 ആണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ബി. ബിയിലുള്ള സെറ്റ് എന്ന് വെച്ചാൽ x such that x, x plus 5 equal to 5. x such that x, x plus 5 equal to 5. x plus 5 equal to 5 ആവണമെങ്കിൽ x ന്റെ വാല്യൂ ഏതായിരിക്കണം, x plus 1 equal to 6 ആവും. സോ x plus 0 equal to അല്ലേ 5 ആവാം. 5ന്റെ ഒപ്പം 0 കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 5 കിട്ടത്തുള്ളൂ. സോ എക്സിന്റെ സ്ഥാനത്ത് എന്താണ്, 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം, എയും ബിയും 0 തന്നെയല്ലേ. സോ എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഈക്വൽ സെറ്റ് എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ ഒപ്പം തന്നെ അടുത്തൊരു ടൈപ്പ് ഓഫ് സെറ്റ് നോക്കാം. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് വെച്ചാൽ സബ്സെറ്റ് എന്നാണ് പറയാം. സബ്സെറ്റ്, SUB, സബ്സെറ്റ്. ഓക്കെ, എന്താണ് സബ്സെറ്റ് എന്ന് വെച്ചാൽ ഒരു സെറ്റ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ടെന്ന് വെക്കാം, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റ് ഉണ്ട്. ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിൽ ഉണ്ടെങ്കിൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സി എന്ന രീതിയിൽ ഇടുന്നതാണ് നമ്മൾ സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ബിയിലുള്ള എല്ലാ എലമെന്റ്സും എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. ഉദാഹരണം എന്ന് പറയാം, എ ഈക്വൽ ടു 1 2 3 4 ആണ്, ബി ഈക്വൽ ടു 2 3 ആണ്. ക്ലിയർ? എ എന്ന് പറഞ്ഞാൽ 1 2 3 4 ആണ്, ബി ഈക്വൽ ടു 2 3 ആണ്. സോ ബിയിലുള്ള എല്ലാ എലമെന്റ്സും ഏതിലുണ്ട്, എയിലുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ക്ലിയർ അല്ലേ? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പൊ എയും ബിയും എങ്ങനെയാ സബ്സെറ്റുകൾ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഒരു തന്നിരിക്കുന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതായത് ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് അവർ തന്നിട്ടുണ്ട്. 1 2 3 ആണ് എ എന്ന് പറയുന്ന സെറ്റ്. ഈ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ നമുക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യം എത്ര സബ്സെറ്റുകൾ എന്ന് കണ്ടുപിടിക്കണം. എത്ര സബ്സെറ്റുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2 power of n. ഇപ്പൊ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, അതിനകത്ത് എത്ര സബ്സെറ്റുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2 power of n എന്നാണ് പറയാ. സോ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ്, അതായത് ആ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്നാണ് n-നെ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ 2 power of n എന്ന് വെച്ചാൽ 2 power of ഈ എ പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 3 എലമെന്റ് അല്ലേ. അപ്പൊ 2 power of 3 ഈക്വൽ ടു 8 സബ്സെറ്റുകൾ ഉണ്ടാവും ഇതിനകത്ത്. എന്റെ സബ്സെറ്റുകൾ എത്ര ഉണ്ടാവും, 8 എണ്ണം ഉണ്ടാവും. ഇനി നമുക്ക് ഏതൊക്കെയാണ് എന്റെ സബ്സെറ്റുകൾ നോക്കാം. അപ്പൊ സബ്സെറ്റ്സ് ഓഫ് എ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നൾ സെറ്റ് ആണ് ആദ്യത്തെ സബ്സെറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സബ്സെറ്റ് ഏതാണ്, നൾ സെറ്റ് എന്നതാണ് ആദ്യത്തെ സബ്സെറ്റ്. ഏത് സെറ്റ് എടുത്താലും ആദ്യത്തെ സബ്സെറ്റ് ഏതാണ്, നൾ സെറ്റ് ആണ്. സെക്കൻഡ് സബ്സെറ്റ് എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എല്ലാ എലമെന്റ്സും ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3. അപ്പൊ 3 എലമെന്റ്സും ആ ഒരു സെറ്റിന്റെ സബ്സെറ്റുകളായിരിക്കും. ആദ്യം നൾ സെറ്റ്, പിന്നെ അതിലുള്ള എല്ലാ എലമെന്റ്സും. നെക്സ്റ്റ് എഴുതാൻ പോകുന്ന അതിലുള്ള എലമെന്റ്സിന്റെ കോമ്പിനേഷൻസ് ആണ് 1 2 2 3 1 3. ക്ലിയർ അല്ലേ? അതിലുള്ള എലമെന്റ്സിന്റെ കോമ്പിനേഷൻ 1 2 2 3 1 3. റിപ്പീറ്റേഷൻ പാടില്ല, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാതെ തന്നെ എഴുതാൻ നോക്കാം. ഇപ്പൊ എത്രമായി, 1 2 3 4 5 6 7 ആയി. ഒരെണ്ണം കൂടി വരണം, കാരണം എന്താണ്, 8 അല്ലേ, 8 സബ്സെറ്റുകൾ ഉണ്ട് എന്നാണ് നമ്മൾ ഫോർമുല ബേസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചത്. സോ അടുത്തത് ഏതാന്ന് വെച്ചാൽ അതേ സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പൊ സെറ്റ് 1 2 3. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെയാണ് സബ്സെറ്റുകൾ, ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ സബ്സെറ്റുകൾ എങ്ങനെയാണ് എഴുതാന്ന് മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് 2 power of n. നെക്സ്റ്റ് വൺ, നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആണ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നൾ സെറ്റ്. ഏത് സെറ്റ് വന്നാലും ഫസ്റ്റ് എലമെന്റ് നമ്മൾ ഏതായിട്ട് എഴുതാം, നൾ സെറ്റ് ആയിട്ട് എഴുതാം. ദെൻ അതിലുള്ള ഇൻഡിവിജ്വൽ എലമെന്റ്സ്, അതിനുശേഷം അതിന്റെ കോമ്പിനേഷൻസ്. നെക്സ്റ്റ് വൺ, ആ ഒരു സെറ്റ് തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ സബ്സെറ്റിന്റെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ സെറ്റ് ബി ഈക്വൽ ടു എ ബി സി എന്നാണ് വെക്കുക. സെറ്റ് ബി ഈക്വൽ ടു എ ബി സി എന്നാണ് വെക്കുക. സോ ഇതിന്റെ സബ്സെറ്റുകളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം. ആദ്യം എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പൊ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എ ബി മാത്രം മതി.
സോ എ ബി എന്ന് പറയുന്ന സെറ്റ് ആണ്. സോ നമുക്ക് എത്ര സബ്സെറ്റ് ഉണ്ട് നോക്കാം. 2 പവർ ഓഫ് n ഈക്വൽ ടു 2 പവർ ഓഫ് 2 ഈക്വൽ ടു 4. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? ഈ ഒരു സെറ്റിനകത്ത് 4 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ 4 എലമെന്റ്സിൽ അപ്പൊ ആദ്യത്തെ സബ്സെറ്റ് ആദ്യത്തെ എലമെന്റ് ആയിരിക്കും സബ്സെറ്റില് നൾ സെറ്റ് തന്നെയായിരിക്കും. ആദ്യത്തെ എലമെന്റ് നൾ സെറ്റ് തന്നെയായിരിക്കും. രണ്ടാമത്തെ എലമെന്റ് എങ്ങനെയാ പറഞ്ഞത്? എല്ലാ ഇൻഡിവിജ്വൽ എലമെന്റ്സും അതിന്റെ സബ്സെറ്റുകളായിരിക്കും. സോ എ ആൻഡ് ബി ആർ സബ്സെറ്റ്സ്. സെറ്റ് എ സെറ്റ് ബി. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ അതേ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആയിരിക്കും എ കോമ ബി. എന്തുകൊണ്ടാണ് ഇതിന്റെ കോമ്പിനേഷൻ എഴുതാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എ കോമ ബി ആണ് ഒരു കോമ്പിനേഷൻ. അത് അതിൽ തന്നെ ഓൾറെഡി നമ്മൾ വരുന്നുണ്ട്. കാരണം അത് അതേ സെറ്റ് ആണ്. ബി കോമ എ എഴുതാൻ പറ്റുമോ? ഇല്ല. അതൊരു റിപ്പീറ്റേഷൻ അല്ലേ ബി കോമ എ എന്ന് പറയുന്നത്. സോ എ കോമ ബി മാത്രം നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര എലമെന്റ്സ് ആയി? 4 എലമെന്റ്സ് ആയില്ലേ? അപ്പൊ ഇതാണ് ഒരു സെറ്റ് തന്നാൽ അതിന്റെ സബ്സെറ്റ് എഴുതാനുള്ള മെത്തേഡ്. ഈ മെത്തേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് സബ്സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടോപ്പിക്കാണ് പവർ സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്. പവർ സെറ്റ് വളരെ എളുപ്പമാണ്. സബ്സെറ്റ് എഴുതാൻ അറിഞ്ഞാൽ പവർ സെറ്റ് എളുപ്പം തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പവർ സെറ്റ്. അപ്പൊ എന്താണ് പവർ സെറ്റ് എന്ന് വെച്ചാൽ സബ്സെറ്റുകളുടെ ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയാ? പവർ സെറ്റ് എന്ന് പറയാം. സബ്സെറ്റുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയാ? പവർ സെറ്റ് എന്ന് പറയാം. അപ്പൊ ഒരു ഉദാഹരണം നോക്കാം. എ ഈക്വൽ ടു 2 8 3 എന്ന് പറഞ്ഞ സെറ്റ് ആണ് നോക്കിയത്. എ ഈക്വൽ ടു 2 8 3. അപ്പൊ ഈ ഒരു സെറ്റിന്റെ പവർ സെറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ പി ഓഫ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പവർ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് പി ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിന്റെ പവർ സെറ്റ് പി ഓഫ് എ. ബി ആണെന്ന് വെച്ചാൽ പി ഓഫ് ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി എങ്ങനെയാണ് പി ഓഫ് എ എഴുതുക എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് എയിലുള്ള സബ്സെറ്റുകൾ മുഴുവൻ നമ്മൾ എന്തായിട്ട് എഴുതണം? ആദ്യം നോർമലി നമ്മൾ എഴുതുന്ന പോലെ. സോ അതിന് മുമ്പ് എത്ര എലമെന്റ്സ് ഉണ്ട് നോക്കണ്ടേ? 2 പവർ ഓഫ് n ഈക്വൽ ടു 2 പവർ ഓഫ് 3 ഈക്വൽ ടു 8. അപ്പൊ ഇതിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 8 എലമെന്റ് ഉണ്ട് നമുക്ക് മനസ്സിലായി. സോ 8 സബ്സെറ്റുകൾ നമുക്ക് എഴുതാലോ. ഫസ്റ്റ് സബ്സെറ്റ് ഏതാണ്? നൾ സെറ്റ്. സെക്കൻഡ് 2, then 8, then 3. ആദ്യമല്ല എലമെന്റ്സും നമ്മൾ അതിന്റെ സബ്സെറ്റ് ആക്കി എഴുതി. നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് അതിന്റെ കോമ്പിനേഷൻ, എലമെന്റ്സിന്റെ കോമ്പിനേഷൻ. 2 8 3 8. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ 2 3. എലമെന്റ്സിന്റെ കോമ്പിനേഷൻ എഴുതി. ഇപ്പൊ എത്ര ആയി? 1 2 3 4 5 6 7 ആയി. ലാസ്റ്റ് എലമെന്റ് എന്താണ്? അതേ സെറ്റ് തന്നെയാണ് അതിന്റെ ഒരു സബ്സെറ്റ്. 2 8 3 എന്നതും അതിന്റെ സബ്സെറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ സബ്സെറ്റുകൾ നമ്മൾ മുൻപിലത്തെ ചോദ്യത്തിലെ പോലെ തന്നെ നമ്മൾ സബ്സെറ്റുകൾ എഴുതി. ഇനി എന്താണ് പവർ സെറ്റും സബ്സെറ്റും തമ്മിൽ ഡിഫറൻറ്റ് എന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടി നമ്മൾ എന്തിടും? ഒരു ബ്രാക്കറ്റിന്റെ അകത്തിടും. ഈ എല്ലാ സബ്സെറ്റുകൾ കൂടിയിട്ട് ഒരു എക്സ്റ്റേണൽ ബ്രാക്കറ്റിന്റെ അകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പവർ സെറ്റ് കിട്ടും. ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് ബ്രേസസിനകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് കിട്ടുന്ന കളക്ഷൻ ഓഫ് സബ്സെറ്റുകളെ നമ്മൾ എന്ത് പറയാ? പവർ സെറ്റ് എന്ന് പറയാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.